ഹലോ എവ്രി വൺ, ഔറൻ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കുവൈറ്റ് സിറ്റിയിലേക്കാണ്. എൻ്റെ വീഡിയോസിൽ അധികമൊന്നും കുവൈറ്റ് സിറ്റിയുടെ ഭാഗങ്ങൾ കാണാറില്ലെങ്കിലും ഇന്ന് വളരെ ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള ചില കാഴ്ചകൾ നിങ്ങളെ കാണിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കുവൈറ്റ് സിറ്റി എന്ന് പറഞ്ഞാൽ കുവൈറ്റിനെ പോലെ തന്നെ വളരെ ചെറുതായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ എറണാകുളം സിറ്റി എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം ഏരിയാസ് ഉണ്ട്. പക്ഷേ ഇവിടെ അത്രയൊന്നും ഏരിയാസ് ഇല്ലെങ്കിൽ പോലും ഈ ഒരു ചെറിയ ഏരിയ വളരെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് കുവൈറ്റ് ഗവൺമെൻറ് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ കുവൈറ്റിലെ ഗവൺമെൻറ് പബ്ലിക്കായിട്ട് ക്രിസ്ത്യൻസിന്, മെയിൻലി പ്രൊട്ടസ്റ്റൻസിന് വർഷിപ്പ് നടത്താനായിട്ട് ഒരു ഏരിയ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ടാണ് പോകുന്നത്. സാധാരണ രീതിയിൽ അവിടെ വളരെ തിരക്കുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അകത്ത് എന്തുമാത്രം വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എങ്കിലും എനിക്ക് പറ്റുന്ന രീതിയിൽ കോമ്പൗണ്ട്സും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളും നിങ്ങളെ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. 21 വർഷം മുൻപ് ഉണ്ടായിരുന്ന ഒരു സാഹചര്യങ്ങളല്ല ഇപ്പോൾ NECKയുടെ കോമ്പൗണ്ടിലൊന്നും. പക്ഷേ എങ്കിലും കുറച്ചൊക്കെ, അതായത് കോമ്പൗണ്ടിൻ്റെ അകത്തുള്ള കാര്യങ്ങൾക്കും ഹോളുകൾക്കും ഒരുപാട് മാറ്റമൊന്നും വന്നിട്ടില്ല. പല ഭാഷയിലും അതുപോലെ തന്നെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ വർഷിപ്പ് നടത്തുന്നത്. കുവൈറ്റ് ഗവൺമെൻറ് പബ്ലിക്കായിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഇത്രയും ഫ്രീഡത്തോടു കൂടെ നമ്മൾക്കിവിടെ ഇങ്ങനെ ഒരു ആരാധനാ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത് തന്നെ തീർച്ചയായിട്ടും വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് ബൈബിൾ സൊസൈറ്റിയുടെ ഓഫീസസും ഗിഫ്റ്റ് ഷോപ്പുകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൺഡേ സ്കൂളും കുട്ടികളുടെ സൺഡേ സ്കൂളും കാര്യങ്ങളൊക്കെ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്താണ് നടക്കുന്നത്. പക്ഷേ ഇവിടെ അല്ലാതെ മറ്റ് പല സ്ഥലങ്ങളിൽ പോലും പ്രൊട്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ആളുകൾ ആരാധന നടത്തുന്നുണ്ട് പല ഏരിയാസിൽ. ഇത് മെയിനായിട്ടും സിറ്റിയിൽ ഉള്ള ഒരു വർഷിപ്പ് സെൻറ്ററാണ്. നിങ്ങൾക്കറിയാം എഴുതിയിരിക്കുന്ന നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ച് കുവൈറ്റ്. ഇതൊരു ശരിക്കും ഒരു പല ഓർഗനൈസേഷൻസ്, അതായത് പല ചർച്ച് ഡിനോമിനേഷൻസ് കൂടി ചേർന്നിട്ടുള്ള ഒരു കോമ്പൗണ്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ അറിയാം ഒരുപാട് ആളുകൾ. അപ്പോൾ നമ്മൾക്ക് ആളുകളുടെ പ്രൈവസി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ അവരുടെ പ്രൈവസിയിലേക്ക് ഇൻട്രൂഡ് ചെയ്യുന്നത് എനിക്ക് താല്പര്യമില്ല. ഇത് ഇപ്പോൾ ഞാൻ കാണിച്ചത് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു ഓഫീസാണ്. അവിടെ കുറേ ഗിഫ്റ്റും അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് മേളിലോട്ട് കയറി പോകുമ്പോഴും ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കോൺഗ്രിഗേഷൻ ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള വർഷിപ്പ്, അത് ഏത് ലാംഗ്വേജിലും. ഇപ്പോൾ പ്രൊട്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ആളുകൾ വർഷിപ്പ് നടത്തുന്ന ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല, അവർ മറ്റു പല സ്ഥലങ്ങളിലും ചിലർ ഹോളുകളൊക്കെ വാടകയ്ക്കെടുത്ത് അവർ മോഡിഫൈ ചെയ്ത് അവരുടെ വർഷിപ്പ് സെൻ്ററായിട്ട് മാറ്റാറുണ്ട്. ചില ആളുകൾ സ്കൂളുകളിൽ നടത്താറുണ്ട്. അങ്ങനെ പല രീതിയിലും ഇവിടെ വർഷിപ്പ് നടത്താറുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് പോകുമ്പോൾ തീർച്ചയായിട്ടും കുവൈറ്റിൽ അനേക വർഷങ്ങൾ ജീവിച്ചിരുന്ന ആളുകൾക്ക് ഈ ഒരു കോമ്പൗണ്ടും കാര്യങ്ങളൊന്നും ഒരുപാട് മാറ്റമില്ലാതെ കാണുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും വളരെ നൊസ്റ്റാൾജിയ തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും കുവൈറ്റിനെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയൊരു ഫ്രീഡത്തോടു കൂടെ തന്നെ നമ്മൾക്കിവിടെ ആരാധിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം തന്ന കുവൈറ്റ് ഗവൺമെൻറ്റിനോട് തീർച്ചയായിട്ടും നമ്മൾക്ക് നന്ദിയുള്ളവരാണ്. അതുപോലെ തന്നെ കുവൈറ്റിലെ ഭരണാധികാരികളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് നല്ല രീതിയിൽ റൂളിംഗ് നടത്തുവാനും ജനങ്ങൾക്കും അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ആളുകൾക്കും അവർക്ക് ഉതകുന്ന രീതിയിൽ, അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഭരണം കാഴ്ചവെക്കാനായിട്ടൊക്കെയായിട്ടുള്ള ബുദ്ധി കൊടുക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് തീർച്ചയായിട്ടും. കാരണം കുവൈറ്റ് അനേകർക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ള രാജ്യമാണ്. നമ്മൾ കുറേ നാൾ ഇവിടെ താമസിച്ച് കഴിയുമ്പോൾ ചില ആളുകൾ പറയും, എന്താണ് കുവൈറ്റിലുള്ളത്, കുവൈറ്റിലൊന്നുമില്ല, ഇവിടെ ഒന്നും അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും പല കാര്യങ്ങളും ഇവിടെ പോസിറ്റീവായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്ന ഒരു പക്ഷേ കുവൈറ്റിൽ നിന്ന് പോയി കഴിയുമ്പോഴായിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും കുവൈറ്റിനെ ക്ലോസ് ടു ഹാർട്ടായിട്ട് നിർത്തുന്ന ഒരു സ്ഥലം തന്നെയാണ്. കാരണം ലാസ്റ്റ് 21 ഇയേഴ്സ് കുവൈറ്റിലാണ് ജീവിച്ചത്. എന്തായാലും ഒരുപാട് അകത്തേക്ക് പോയി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഒരുപാട് ആളുകളുടെ പ്രൈവസി അത് ഹേർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അവിടെ പല പല ചെറിയ ചെറിയ ഹോളുകളാണ്. അപ്പോൾ നമ്മൾക്ക് അവിടെ വർഷിപ്പ് നമ്മൾ ഓരോ സമയം ബുക്ക് ചെയ്യുക. ആ സമയത്ത് നമ്മൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ വർഷിപ്പ് നടത്തി തിരിച്ചു വരിക. അതുപോലെ എക്സ്ട്രാ മീറ്റിങ്സും പ്രെയർ മീറ്റിങ്സും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിന് വേണ്ടിയിട്ട് നമുക്കവിടെ സമയം നമുക്ക് പ്ലാൻ ചെയ്യാം. അങ്ങനെയാണ് ഈ ഒരു NECKയിൽ നമ്മൾക്ക് വർഷിപ്പ് നടത്താനായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പല കോൺഗ്രിഗേഷൻസിനും രജിസ്ട്രേഷനുണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ എന്തായാലും പല ലാംഗ്വേജിലുള്ള, ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ രീതിയിൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ കുവൈറ്റിലുണ്ട്. അപ്പോൾ കുവൈറ്റിൽ അത്രയും ആളുകളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് വർഷിപ്പ് നടത്തുമ്പോൾ ശരിക്കും വളരെ വേറിട്ടൊരു ഫീലിംഗ് ആണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞു വന്ന ഒരുപാട് കൺവെൻഷൻസും പ്രെയർ മീറ്റിങ്സും ഒക്കെ കുവൈറ്റിന് വേണ്ടിയും മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഈ ഒരു സ്ഥലത്ത് നിന്ന് ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ നന്ദിയോടെ ഓർക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് തിരിച്ച്. രാത്രിയിൽ കുവൈറ്റ് സിറ്റി എന്ന് പറഞ്ഞാൽ
എന്താ പറയുക, ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഞങ്ങൾ വെള്ളിയാഴ്ചയാണ് പോയത്. വെള്ളിയാഴ്ച പോകുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുവൈറ്റിലെ കൂടുതലായിട്ട് വീടുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഒരു വെള്ളിയാഴ്ചയാണ് അവർക്ക് അവധി കിട്ടുന്നത്. ഇപ്പോൾ റോഡിൻ്റെ നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരൊക്കെ അവരുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനായിട്ട് അവർക്ക് കിട്ടുന്ന ഈ പബ്ലിക് ഹോളിഡേ വൺസ് ഇൻ എ വീക്ക്, ചിലർക്ക് വൺസ് ഇൻ എ മന്തൊക്കെ കിട്ടാറുള്ളൂ. അപ്പോൾ അവരൊക്കെ അവരുടെ സെയിം നാഷണാലിറ്റി ആയിട്ടുള്ള ആൾക്കാരെ കാണാനായിട്ടും അവരുമായിട്ട് സംസാരിക്കാനൊക്കെ ആയിട്ട് വരുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ആണ്, ഒരു സീ സൈഡിലാണ് ഇത്രയും ആളുകൾ വന്ന് സംസാരിക്കുന്ന, അവിടെ പുൽത്തകിടിയിലൊക്കെ ഇരുന്ന്. ഇപ്പോൾ ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ടായിരിക്കണം ഇത്രയും ആളുകൾ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ആദ്യമായിട്ടാണ് ഇത്രയും നാളിനിടയ്ക്ക് ഇങ്ങനെ ഇത്രയും ആളുകളെ കാണുന്നത്. അപ്പോൾ വളരെ നല്ല ക്ലൈമറ്റാണ് കുവൈറ്റിൽ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നോക്കുമ്പോൾ എന്തോരം ആൾക്കാരാണ്, ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. പണ്ട് ഡൽഹിയിലായിരുന്ന സമയത്ത് ഇതുപോലെ ഏതോ ഒരു സ്ഥലത്ത് ഒരുപാട് ആളുകൾ നമ്മൾ കാണാറുണ്ടായിരുന്നു. അപ്പോൾ ആളുകൾക്ക് വരാനും പോകാനൊക്കെ പറ്റിയൊരു സ്ഥലമായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ അവർ വന്ന് മീറ്റ് ചെയ്യുകയും കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യുകയും ഒരു പക്ഷേ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഒക്കെ പിരിഞ്ഞു പോകുന്നത്. ആളുകളെ പലരുടെയും ഫാമിലിയെല്ലാം വിട്ട് നിന്ന് ബന്ധുക്കാരെയും സ്വന്തക്കാരെയും എല്ലാം വിട്ട് ഈ ഒരു അന്യദേശത്ത് നിൽക്കുമ്പോൾ ഒരു പക്ഷേ അവർക്ക് കിട്ടുന്ന ഒരു ആശ്വാസമായിരിക്കാം ഇങ്ങനെയുള്ള കൂടിച്ചേരലുകളും മറ്റും. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന അബ്ബാസിയിലേക്ക് ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അബ്ബാസി എന്ന് പറഞ്ഞാൽ മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണെന്ന് എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റ് മാക്സിമം ഉള്ളൂ അബ്ബാസിയിലേക്ക്. അപ്പോൾ കുവൈറ്റ് വളരെ ചെറിയൊരു സ്ഥലമായതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ എവിടെ പോകാനും വളരെ ഈസിയാണ്. അപ്പോൾ വളരെ ദൂര സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ പോലും ഒരുപാട് ദൂരം നമ്മൾക്ക് നാട്ടിലെ പോലെ പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ പോകാനാകട്ടെ, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തിൻ്റെയും ആക്സസ് വളരെ ഈസിയാണ്. ഒരുപാട് ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ചെന്ന് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മളുടെ കാര്യങ്ങൾ കറക്റ്റ് ടൈമിൽ ചെയ്ത് കിട്ടണം എന്നില്ല. പക്ഷേ നമ്മൾക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു ആക്സസ് വളരെ വളരെ ഈസിയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ ഓഫീസിൽ പോകണമെങ്കിൽ നമ്മൾക്ക് കോഴിക്കോടുള്ള ഒരാൾക്ക് തിരുവനന്തപുരം വരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾക്ക് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങൾക്കും വളരെ ഈസി ആയിട്ട് വിതിൻ നോ ടൈം റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കുവൈറ്റ്. അപ്പോൾ കുവൈറ്റിലിങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ 21 വർഷങ്ങൾക്ക് ഉള്ളിൽ വന്നിട്ടുണ്ട് എന്ന് കാണുമ്പോൾ ഒരുപാട് മ്യൂസിയംസ്, പിന്നെ അതുപോലെ തന്നെ പാർക്കുകളൊക്കെ, ഒത്തിരി റിസോർട്ട്സ്, ഒരുപാട് ചേഞ്ചസ് കുവൈറ്റിൽ വന്നിട്ടുണ്ട്, പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ്. അപ്പോൾ റീസെൻ്റ്ലി ആണ് കുവൈറ്റ് ഇപ്പോൾ ഒരുപാട് വിസ റെസ്ട്രിക്ഷൻസ് എല്ലാം എടുത്തു കളയുകയും അപ്പോൾ റിയൽ എസ്റ്റേറ്റിന് വൻ കുതിച്ചുചാട്ടമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഫ്ലാറ്റുകൾ ആവശ്യം വന്നിരിക്കുന്നു. കുറേ ഫ്ലാറ്റുകളൊക്കെ എംപ്റ്റി ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഫ്ലാറ്റുകൾ കിട്ടാനില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അപ്പോൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡിലെ വീഡിയോസാണ് ഞാൻ മെയിനായിട്ട് കവർ ചെയ്യുന്നത്. അവിടെ ഒരു സീ സൈഡാണ്, ഒരുപാട് ആളുകൾക്ക് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ബീച്ച് സൈഡും ഒക്കെ പോലുള്ളൊരു ഏരിയ ആണത്. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത്. ശാന്തമായി ഒരു സ്ഥലത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുവൈറ്റ് ഒരു മരുഭൂമിയാണെങ്കിലും ഇതിൻ്റെ ചുറ്റും ഒരുപാട് മരങ്ങളും വൃക്ഷങ്ങളെല്ലാം അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന്. അതെങ്ങനെ തന്നെ വളർന്നു വന്ന മരങ്ങളോ ഒന്നുമല്ല, ഇതെല്ലാം നട്ട് പിടിപ്പിച്ച് അതിന് പരിപാലനമെല്ലാം കൊടുത്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ നാട്ടിലൊരു പക്ഷേ നമ്മൾ ഒരുപാട് പച്ചപ്പിൻ്റെയും ഒക്കെ ഇടയ്ക്ക് താമസിക്കുമ്പോൾ നമ്മൾക്ക് ആ ഗ്രീനറിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയില്ലായിരിക്കാം. പക്ഷേ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ വരുമ്പോൾ നമ്മൾക്കറിയാം വളരെ വളരെ ഒരു എഫേർട്ട് എടുത്തില്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, പ്രത്യേകിച്ച് ഇവിടുത്തെ എക്സ്ട്രീമായിട്ടുള്ള സമ്മറിൻ്റെ സമയത്തൊക്കെ ഈ മരങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നല്ല കെയർ ആവശ്യമുണ്ട്. അപ്പോൾ കുവൈറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് മാൻ പവർ അവർ ഹയർ ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളിലും മാൻ പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ അത് വളരെ എക്സ്പെൻസീവാണ്. കുവൈറ്റിൽ അവർക്ക് ഇന്ത്യയിൽ നിന്നും അതുപോലെ തന്നെ ഈജിപ്തിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഒക്കെ ഒരുപാട് ആളുകൾ ഇവിടെ ജോലിക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ സാലറിയിൽ തന്നെ അവരെ ഹയർ ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കുവൈറ്റ് ഗവൺമെൻറ്റിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും എനിക്ക് NECKയുടെ കോമ്പൗണ്ടിനകം ഒരുപാടൊന്നും കാണിക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് ഒരു ഏരിയ കാണിക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഒരു പക്ഷേ ഇങ്ങോട്ട് വരുന്ന പ്രൊട്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ വർഷിപ്പ് എവിടെയായിരിക്കും എന്ന് അറിയാനൊരു ആഗ്രഹമുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും പിന്നെ എൻ്റെ റെഗുലർ ആയിട്ടുള്ള വ്യൂവേഴ്സിനും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.